രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ആ ഓഫീസിലിരുന്നിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് അപ്പുറത്തേക്ക് പാർലമെൻറ്റിലേക്ക് പോകാൻ പറ്റാത്തത് എല്ലാവർക്കും അറിയാം, രാജ്യത്തിന് മൊത്തം അറിയാം. നാഷൻ വാണ്ട്സ് ടു നോ എന്ന് അർണബ് ഗോസ്വാമി പറയുന്ന പോലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഈ വിഷയത്തിൽ മറുപടി പറയാൻ എന്താ പറയുക എന്ന കാര്യത്തിൽ അമിത്ഷായും പ്രധാനമന്ത്രിയും തമ്മിലൊരു യോജിപ്പില്ല, അല്ലെങ്കിൽ അവർക്കൊരു ആശയ വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മുടെ ചെറിയ ബുദ്ധി വെച്ച് ആലോചിച്ച് തോന്നുക. എനിക്കൊന്ന് പ്രതിപക്ഷത്തിനകത്ത് തോന്നുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ പറയേണ്ടത്. അതായത് എന്താ പറയുക, ഇതുപോലുള്ള സമരങ്ങൾ ഷഹീൻ ബാഗിൽ, ഇതുപോലുള്ള അല്ല പലതരത്തിലുള്ള സമരങ്ങൾ ഷഹീൻ ബാഗിൽ, അവിടെ ഇവിടെ ഈ കാലത്ത് കർഷക സമരം, ഇതെല്ലാം ഒരുപാട് സമരങ്ങൾ ഈ സർക്കാരുകളുടെ കാലത്ത് നടന്നല്ലോ. 12 വർഷത്തിനിടയിൽ കുറേയേറെ ചെറുതും വലുതുമായിട്ട് കർഷക സമരമൊക്കെയാണ്, വലിയ സമരങ്ങളായിരുന്നു നടന്നിരുന്നു. ഇതേക്കുറിച്ചൊന്നും പാർലമെൻറ്റിലോ പുറത്തോ പറയാൻ ഒരു ബുദ്ധിമുട്ടും അമിത്ഷായ്ക്കോ പ്രധാനമന്ത്രിക്കോ BJP നേതൃത്വത്തിനോ ഉണ്ടായിരുന്നില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. രാജ്യദ്രോഹികളാണ്, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്, പിന്നെ ഇവരെല്ലാം ടുക്ഡേ ഗ്യാങ് ആണ്, അർബൻ നക്സൽസാണ്, മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റാണ്, തീവ്രവാദികളാണ്. സംഗതി കഴിഞ്ഞു, അതോടെ അത് തീരും. ഈ സമരത്തിൽ പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ 20-ാം തീയതി, കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ജന്തർ മന്ദർ സമരം ശരിക്കും തീവ്രമാകുന്നത്. ഇത്രയും ദിവസമായി ആ സംഭവമെല്ലാം കഴിഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇത്രയും ദിവസം കഴിഞ്ഞ് ഇത്രയും ദിവസത്തിനകത്ത് അമിത്ഷായുടെ കീഴിൽ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലാണ് ഡൽഹിയിലെ പോലീസിനെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു. അവർ പെൺകുട്ടികളെ രഹസ്യഭാഗങ്ങളിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതും സെക്ഷലി മോശമായിട്ട് പെരുമാറുന്നതും, വല്ലാത്ത തോതിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ, ചെറിയ കുട്ടികളെ കാലിൽ പിടിച്ച് നട്ടല് താഴെ കടിച്ച് വീഴ്ത്തുന്ന വിധത്തിൽ പോലീസ് പെരുമാറുന്നതും, പോലീസ് എന്ന പേരിൽ മറ്റുള്ളവർ വന്നതും എല്ലാ നാട്ടുകാർ കണ്ടു, ലോകം മുഴുവൻ കണ്ടു. ഇത്രയും വലിയ സമരം നടന്നു. ഈ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു സഹമന്ത്രി രാജിവെച്ചു. അദ്ദേഹത്തെ പോലെ ധീരനായിട്ടുള്ള 56 ഇഞ്ചും 75 ഇഞ്ചും ഒക്കെയുള്ള ഈ വലിയ ധീര നേതാക്കൾ അങ്ങോട്ടേക്ക് വന്നേയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വന്ന് ഈ കാര്യം പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ കയ്യിലുള്ള ടൂള്, അവരുടെ കയ്യിലുള്ള സ്ഥിരം പ്രയോഗങ്ങൾ പാർലമെൻറ്റിൽ പ്രയോഗിക്കാൻ പറ്റാത്ത വിധമായി പോയി. അത് നമ്മൾ വീണ്ടും കാണുകയാണ്, അത് മനസ്സിലാക്കുകയാണ്. അതായത് ഇവർക്ക് എളുപ്പത്തിൽ പറയാവുന്നതല്ല, ഇതിൻ്റെ എന്തെങ്കിലും വിശദീകരണം നടത്താൻ പറ്റുന്നില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഭവം ഇന്ന് വേറെ ഉണ്ടായല്ലോ. RSSൻ്റെ മേധാവി മോഹൻ ഭഗവത് ജൻസി കുട്ടികളായിട്ട് ഒരു ആശയവിനിമയം നടത്തി. നേരത്തെ അവരുടെ പരിപാടിയിൽ ഇല്ലാത്തൊരു പരിപാടിയാണ്. എങ്ങനെ വന്നു അത്? ഈ സമരം ഇവിടെ വന്നുകൊണ്ടാണല്ലോ RSS, ഈ സർക്കാരിൻ്റെ പിന്നിലുള്ള BJPയുടെ രക്ഷാകർതൃ സംഘടനയായിട്ടുള്ള RSS ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് അതുകൊണ്ടാണല്ലോ. അതിനു മുമ്പ് ഉള്ളൊരു പദ്ധതിയല്ല. RSS മേധാവി മോഹൻ ഭഗവത്തിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ചാർട്ട്, കലണ്ടർ നേരത്തെ തന്നെ ഏതാണ്ടൊക്കെ തയ്യാറാണ്. ഓരോ വർഷത്തെയും പരിപാടികൾ അവർക്ക് പ്രത്യേക ദിവസങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു പരിപാടി അതിനകത്ത് വന്നത് ഈ CJPയുടെ പ്രൊട്ടസ്റ്റും സംഭവ വികാസങ്ങളാണ്. അവിടെ വെച്ച് അദ്ദേഹം അനുഭാവപൂർണ്ണമായിട്ടുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാഭ്യാസ സംവിധാനത്തെ വ്യവസായമാക്കിയാൽ കുട്ടികൾക്ക് രോഷം വരുന്നത് സ്വാഭാവികമാണ്. ജൻസി കുട്ടികളെ തള്ളിക്കളയരുത്. അവർ മറ്റു പല തലമുറയും വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കുട്ടികളാണ്, നല്ല തലമുറയാണ്, അവരെ ഗൗരവത്തിലെടുക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വളഞ്ഞു പിടിച്ചിട്ടാണെങ്കിൽ തന്നെയും ഇത് ഈ CJPക്കാരുടെ സമരം വലിയ കുഴപ്പമാണ്, രാജ്യവിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്, മറ്റു രാജ്യങ്ങൾ ഫണ്ട് ചെയ്തിട്ടാണെന്നൊന്നും അദ്ദേഹം RSSൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വർത്തമാനം വന്നിട്ടില്ല. RSSന് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് ഓഫ് ടൈം പിടികിട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അവർ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് ഗ്രൗണ്ടിൽ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ളതുകൊണ്ടാണല്ലോ അവരുടെ സംവിധാനം അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവർക്ക് സംഗതി മനസ്സിലായി, സ്പിരിറ്റ് ഓഫ് ടൈം ഇതാണ് എന്നവർക്ക് മനസ്സിലായി. അതായത് ഈ കുട്ടികളെ ആളുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇവർ ഗൗരവതരമായിട്ടുള്ള സമരമാണ് നടത്തുന്നത്, ഇവരെ തള്ളിക്കളഞ്ഞാൽ ഗുണം വരില്ല എന്ന കാര്യം മനസ്സിലായ RSS അവരെ ചേർത്ത് പിടിക്കുകയാണ്. അവരെ സ്വന്തം, സാധാരണത്തിൽ RSS എപ്പോഴും അങ്ങനെ ചെയ്യുക. അതായത് ഒരു വലിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് ചേർത്തെടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന സംഗതികൾ മാത്രമേ എതിർക്കാൻ നിൽക്കാറുള്ളൂ. ബാക്കി അല്ലാത്തൊരു കാര്യങ്ങളെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കാനാണ് ഈ പറയുന്ന രാഷ്ട്രീയ തന്ത്രശാലിത്വമുള്ള എല്ലാ വലിയ സംഘടനകളും എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്ന പോലെ RSSും ചെയ്യുക. അതിപ്പോൾ ഈ ജൻസിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയോട് മത്സരിക്കാനോ മസിൽ പിടിക്കാനോ അവരോട് യുദ്ധം ചെയ്യാനോ ചെല്ലുന്നത് ഒരു വയസ്സായിട്ടുള്ള കാര്യമല്ല എന്നറിയാൻ പാകതയുള്ള രാഷ്ട്രീയ ബുദ്ധിയൊക്കെ ആ സംഘടനക്കും നേതാക്കൾക്കും ഉണ്ട്. അവരതാ ചെയ്യുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ CP രാധാകൃഷ്ണൻ എന്ന് കേട്ടത്, രാജ്യസഭ അധ്യക്ഷൻ എന്ന് കേട്ടത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഈ സമരത്തെ, അതായത് കിരൺ റിജിജു വളരെ ശക്തമായിട്ട് ചെയറിനെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളെ ചോദ്യം ചെയ്തൊന്നുമില്ല എന്ന് മാത്രമല്ല, അമിത്ഷായെ ഈ വികാരം ഒന്ന് അറിയിക്കൂ എന്നുകൂടെ പറഞ്ഞു. ആരാണ് CP രാധാകൃഷ്ണൻ? CP രാധാകൃഷ്ണൻ വലിയ RSS നേതാവാണ്. RSSൽ വലിയ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് CP രാധാകൃഷ്ണൻ, അല്ലേ? ആണ്. അപ്പോൾ RSSൻ്റെ അങ്ങനെയൊരു വൈകാരികാഭിമുഖ്യം അല്ലെങ്കിൽ RSSൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ആലോചന എന്താണ് എന്നത് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്ന ഈ 2 സംഭവങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമിത്ഷാ ജിക്ക്
അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വാക്കുകളും പ്രയോഗങ്ങളും ടൂളുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ടൂളുകൾ കൊണ്ട് പരിഹരിക്കാവുന്നൊരു സംഗതിയല്ല ഇത് വന്നിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ ഇത് വലിയ രാജ്യസ്നേഹികൾ രാജ്യദ്രോഹികളാണ് ഇപ്പോൾ ഈ കുട്ടികളെല്ലാം വലിയ കുഴപ്പക്കാരാണ്, അവർക്ക് ഫണ്ട് കിട്ടി, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വന്ന് അദ്ദേഹത്തിന് എളുപ്പത്തിൽ പറഞ്ഞ് സ്ഥാപിക്കാവുന്ന പറയാവുന്ന ഉറക്കത്തെഴുന്നേറ്റ് നിന്നാലും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയിന്റുകൾ വിലപ്പോവുന്ന കാലമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എന്താ പറയുക? അവിടെ ചെന്നിട്ട് എന്താ പറയുക? അവിടെ ചെന്നിട്ട് എന്താ പറയുകയെന്ന് വെച്ചാൽ നല്ല ദീർഘമായിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഓരോ വരിയും വാക്കും തയ്യാറാക്കേണ്ടത്. അതിന് സമയം വളരെ വളരെ ദീർഘമായിട്ട് വേണം. ഈ സർക്കാരിന് ദീർഘസമയം ഒരു സമരത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എടുക്കേണ്ടതായിട്ട് വരുന്നു എന്നതാണ് നമ്മൾ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഈ ദിവസങ്ങളിൽ കാണുന്ന ഈ ദിവസങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. RSS ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. RSS BJP തള്ളിക്കളയും ഈ സർക്കാരിനെതിരായിട്ട് നിലപാടെടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞ ആളുകൾ ചിരിക്കും. അങ്ങനെയല്ല. പക്ഷേ RSS BJP നരേന്ദ്രമോദി തന്നെയും അദ്ദേഹം ഉടനടി പ്രതികരിച്ചു. അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന ഇൻസ്റ്റാക്കാർക്ക് മനസ്സിലാകാൻ വേണ്ട റേഷ്യോയിൽ അദ്ദേഹം വീഡിയോ ഒക്കെ ഇട്ടു. പക്ഷേ അതിനകത്തൊന്നും ഇവരെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വലുതായിട്ട് പോയിട്ടില്ല എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഈ രാജ്യ തലസ്ഥാനത്ത് ഈ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാർ പോലീസിനാൽ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുകയും അവിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കപ്പെടുകയും മറ്റൊരു സ്ഥലത്ത് AK-47 ഉപയോഗിക്കപ്പെടുകയും പെൺകുട്ടികൾക്കടക്കമുള്ള ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ടി, അതും ഏത് മന്ത്രി? വിദ്യാഭ്യാസം പോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിക്കലി തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജിവെക്കുകയും ചെയ്തിട്ട് പോലും ഇവരെന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഏറ്റ ആഘാതത്തിൽ നിന്ന് എങ്ങനെ മുക്തരാകാം എന്നതിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ വളരെ കരുത്തൻ എന്ന് നമ്മൾ കണ്ടിരിക്കുന്ന അമിത്ഷാ പോലും ഈ RSSൻ്റെ ഇങ്ങനെയൊരു സൂചനകൾ നൽകുമ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് സംബന്ധിച്ച് ധാരണയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതാണ് ആത്യന്തികമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.